അപ്പോൾ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇതുപോലത്തെ 2 MDF-ൻ്റെ പീസാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് 27ഉം അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 76ഉം ആണ് വരുന്നത്. പിന്നെ ഇതിനകത്തോട്ട് 2 ബെയറിംഗാണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ബെയറിങ്ങിൻ്റെ സൈസ് വരുന്നത് 608 എന്ന് പറയുന്ന ബെയറിംഗാണിത്. ഇതിൻ്റെ ഔട്ടർ സൈസ് വരുന്നത് 22, അതുപോലെ ഇതിൻ്റെ ഇന്നർ വരുന്നത് 8 mm ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് അതിന് ആദ്യമായിട്ട് വേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗം നോക്കാം. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു വീലാണ്. ഇത് കാർഡ്ബോർഡിൻ്റെ പീസ് ഉപയോഗിച്ച് ചെയ്തതാണ്. അപ്പോൾ ഇതൊന്ന് സ്ക്വയറിൽ ഏകദേശം എക്സോ ബ്ലേഡ് ഉപയോഗിച്ച് റൗണ്ടാക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് എമരി പേപ്പർ ഉപയോഗിച്ച് ക്ലിയർ റൗണ്ടാക്കി എടുത്താണ്. ഇതിൻ്റെ സൈസ് വരുന്നത് 9 cm ആണ്. ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന ഹോൾ ആ ബെയറിങ്ങിൻ്റെ ഇന്നറിൽ വരുന്ന 8 mm ആണ് ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന സൈസ്. ഇതൊരു 7 cm വീലാണ്. 7 cm റൗണ്ടിലുള്ളൊരു വീല് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഒരു പകുതി ഭാഗം ചെറുതായിട്ടൊന്ന് റെഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഒരു പകുതി ഭാഗം ഇതുപോലെ ഒരു 2 mm റെഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു ലിമിറ്റ് സ്വിച്ച് ഓഫ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ റെഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ആ ഒരു റെഡ്യൂസ് ചെയ്തിരിക്കുന്നതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു നെറ്റ് ഹോൾ ചെയ്തതിന് ശേഷം ഒരു 8 mm ഹോൾ ചെയ്തതിന് ശേഷം ഒരു നെറ്റ് അവിടെ ഒന്ന് ഗ്ലൂ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഈ ഒരു വീലിൻ്റെ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിൽ കയറുന്നതിന് വേണ്ടിയിട്ട് ഒരു ഷാഫ്റ്റ് ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു റൂഫ് പെൻസിലൊക്കെ 8 mm ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഇതിനകത്തോട്ട് കയറുന്ന ഏതെങ്കിലും ഒരു ഇത് വെച്ചാൽ മതി. ഇതെനിക്കൊരു മെറ്റലിൻ്റെ പീസ് കിട്ടിയപ്പോൾ അതങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ. നമ്മുടെ സൗകര്യം പോലെ ഒരു ഷാഫ്റ്റ് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ഇതിന് വരുന്ന കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഒരു സോളിനോഡ് വാൽവാണ്. അപ്പോൾ ഇതുപോലെ നമുക്കൊരു സോളിനോഡ് വാൽവിൻ്റെ ഒരു പഴയ കേസിൽ ഞാനിതുപോലെ 0.5 ഗേജ് വരുന്ന കോപ്പർ വയറാണ്, ഇൻസേർട്ടഡ് കോപ്പർ വയറാണ് ഇതിൽ വൈൻഡ് ചെയ്തിരിക്കുന്നത്. ഇതൊരു 850 ടേൺസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്, വൈൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇന്നർ സൈസ് വരുന്നത് 16 mm ആണ് ഇതിൻ്റെ ഇന്നർ സൈസ് വരുന്നത്. പിന്നെ നമുക്ക് ഇതുപോലെ ഒരു PVC പൈപ്പ് സെൻറ്ററിൽ എടുത്തതിന് ശേഷം അതിൻ്റെ സൈഡിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ക്യാപ്പ് അങ്ങനെ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു കേസ് കിട്ടാനില്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ സെൻറ്ററിൽ ഞാനിവിടെ ഒരു ട്യൂബ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു PVC പൈപ്പായാലും PVC പൈപ്പിൻ്റെ ഒരു പീസായാലും നമുക്കിതുപോലെ വെച്ചതിന് ശേഷം ഇവിടെ ഗ്ലൂ ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് വരുന്നത്. അപ്പോൾ നമുക്കതിൽ ആ മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് മാഗ്നറ്റ് നമ്മളോട് കൊടുത്തിട്ടാണ് ഇവിടുന്ന് ഇങ്ങോട്ട് പുഷ് ചെയ്യിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അതിൽ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ വർക്കിംഗ് എന്താണ് വരുന്നതെന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇതിൽ വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഓപ്പോസിറ്റ് മാഗ്നറ്റ് ആയതുകൊണ്ടാണ് ഇത് മേലേക്ക് പൊന്തി പോകുന്നത്. അതേസമയം ഇത് ഈ മാഗ്നറ്റ് ഓപ്പോസിറ്റ് ഇതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് താഴോട്ട് വലിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഈ മാഗ്നറ്റിന് പകരം നമ്മളൊരു മെറ്റൽ പീസാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അത് മാഗ്നറ്റ് എഫക്റ്റിൽ താഴോട്ട് വലിക്കും. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനിലാണ് ഇതിൻ്റെ ഒരു ആക്സിൽ നമ്മൾ നേരത്തെ കണ്ട ഒരു ആക്സിൽ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പവർ നമ്മൾ വോൾട്ടേജ് പവർ എത്ര കൊടുക്കുന്നു അതിനനുസരിച്ചിട്ട് ഇതിങ്ങനെ ഇവിടുന്ന് റിപ്പൽ ചെയ്യുന്നതിൻ്റെ സ്ട്രെങ്ത്ത് കൂടും. അതാണ് ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ആക്സിലേക്ക് ഇവിടെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു PVC, ഇതൊരു ഫയൽ ക്ലിപ്പിൻ്റെ ഒരു കഷ്ണമാണ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഏതെങ്കിലും ഒരു പീസ് കിട്ടി കഴിഞ്ഞാൽ 2 ഹോൾ അടിക്കാം. അതുപോലെ ഇതിൽ ഞാൻ ആ ഒരു നെറ്റ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതിന് ഒരു ഈ ഭാഗത്തായിട്ട് ടൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ ആ വീലിൽ കണ്ട അതുപോലത്തുള്ള ഒരു നെറ്റ് ഇവിടെയും കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു കമ്പി ഇവിടെ ഗ്ലൂ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഈ ഒരു പ്ലാസ്റ്റിക് ഒന്ന് സ്ട്രോങ് ആവുന്നതിന് വേണ്ടിയിട്ടൊരു കമ്പി കഷ്ണം ഇവിടെ ഗ്ലൂ ചെയ്തിരിക്കുകയാണ്. പിന്നെ ഈ സൈഡിൽ ഒരു വാഷറും കൂടി കൊടുത്തിരിക്കുകയാണ്. ജസ്റ്റ് ഒരു ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു പ്ലാസ്റ്റിക് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വാഷറും അതുപോലെ തന്നെ ഈ ഒരു സൈഡിലൊരു നെറ്റുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ലിമിറ്റ് സ്വിച്ചും കൂടിയിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ആ ഒരു വീൽ ഇതിൽ കോണ്ടാക്റ്റ് വരുന്ന സമയത്ത് ഈ C എന്ന് പറയുന്ന ഭാഗത്ത് കൊടുത്തിരിക്കുന്ന കണക്ഷൻ ഈ NO എന്ന് പറയുന്ന ഈ ഭാഗത്തൂടെ ഔട്ടായിട്ട് വരും. നോർമൽ ഓപ്പണും അതുപോലെ തന്നെ ഈ C എന്ന് പറയുന്നത് കോമൺ പിന്നുമാണ്. അപ്പോൾ ഈ 2 കണക്ഷനിലാണ് നമ്മൾ പോയിന്റിലാണ് വയർ സോൾഡർ ചെയ്തെടുക്കുന്നത്. ഈ ഒരു സ്വിച്ചിങ്ങിലാണ് നമ്മുടെ ആ ഒരു സോളിനോട് വാൽവ് മാഗ്നറ്റ് ഓൺ ഓഫ് ആക്കുന്നത്. ഈ ഒരു ലിമിറ്റ് സ്വിച്ചിലാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതും കൂടിയിട്ട് ഇതിലേക്കൊന്ന് ആഡ് ചെയ്യാം.
അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ലിമിറ്റ് സ്വിച്ച് ഈ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വീൽ ഇവിടെ കട്ട് ചെയ്തിരിക്കുന്ന ഭാഗത്ത് സ്വിച്ചിന് കോണ്ടാക്റ്റ് വരാൻ പാടില്ല. കട്ട് ചെയ്യാത്ത ഭാഗത്താണെങ്കിൽ ഫുള്ള് കോണ്ടാക്റ്റ് ആ ഒരു റൗണ്ട് ഫിനിഷ് ആവുന്ന വരെ ആ ഒരു കോണ്ടാക്റ്റ് നിലനിൽക്കും വേണം. അതിന് ശേഷം ആ കട്ട് ചെയ്യുന്ന ഭാഗത്ത് എത്തുമ്പോൾ ഓഫ് ആവണം. ആ രീതിയിൽ അതിനാണ് ഞാനിവിടെ അങ്ങനെ അടിയിൽ കുറച്ച് പാക്കിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് ഇതുപോലെ ഒന്ന് ക്ലിയർ ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് ഗ്ലൂ ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു പാർട്ട് എടുത്തതിന് ശേഷം ഈ ഒരു വീലിൻ്റെ ഈ ഭാഗത്തായിട്ട് നമ്മളൊരു നെറ്റ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ നെറ്റിലോട്ട് ഇതിങ്ങനെ കറക്റ്റായിട്ടൊന്ന് ചെറിയൊരു സ്ക്രൂ ഉപയോഗിച്ച് ഫിക്സ് ചെയ്യാം. ആ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ഒരു ഫ്രീ കിട്ടുന്ന രീതിയിൽ മാത്രമേ ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആ രീതിയിലൊന്ന് ഇവനൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം.